ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റയൽ മാഡ്രിഡ് മധ്യനിരയിലേക്ക് ഒരു അർജന്റീൻ യുവ പ്രതിഭയെ സ്വന്തമാക്കിയത്. റിവർ പ്ലേറ്റിൽ നിന്നും ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോ എന്ന താരത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 45 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. 2031 വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. ഒരു അർജന്റീൻ താരം റയലിന് വേണ്ടി കളിക്കുക അല്ലെങ്കിൽ റയലിലേക്ക് എത്തുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വല്ലപ്പോഴും മാത്രമാണ് അർജന്റീൻ താരങ്ങൾ റയൽ മാഡ്രിഡിലേക്ക് എത്താറുള്ളൂ. ഇതേക്കുറിച്ച് ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു അർജന്റീനക്കാരന് റയലിലേക്ക് എത്തുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നത് ഫ്രാങ്കോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻഡിയോർ അല്ല തൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രാങ്കോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡിൽ എത്തുക എന്നുള്ളത് കുട്ടിക്കാലം തൊട്ടേയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. ഒരു അർജന്റീൻ താരത്തിന് റയലിൽ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരും അസാധ്യമായി കാണുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിന് സാധിച്ചപ്പോൾ ഞാൻ വളരെയധികം ഇമോഷണലായി. യൂറോപ്പിൽ റയലിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. റയലിൽ വെച്ച് ബാലൻഡിയോർ നേടുക എന്നുള്ളതൊന്നും എൻ്റെ ലക്ഷ്യമല്ല. എൻ്റെ ലക്ഷ്യം ഈ ക്ലബിനോടൊപ്പം ഒരുപാട് കിരീടങ്ങൾ നേടണം എന്നാണ്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും നേടണം. ബാലൻഡിയോറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇതാണ് ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ മികച്ച ഒരു താരത്തെ തന്നെയാണ് റയൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. PSG ഇദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫ്രാങ്കോ PSG ഓഫർ നിരസിച്ചുകൊണ്ട് റയലിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. സാബി അലോൺസോക്ക് കീഴിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.